ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അസലൊരു ഹെയർ പാക്കാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നിങ്ങളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾ കൊടുത്താൽ മതി. ഇതൊരു പ്രോട്ടീൻ പാക്കും കൂടിയിട്ടാണ്. അപ്പോൾ മുടി വളർച്ച മാത്രമല്ല, നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കൂടി നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തലോട്ടിയിലാണ് നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനം. പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, നമ്മുടെ മുട്ടയാണ് നമ്മൾ തലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലരും വെള്ളയാണ്, ഞാനടക്കം ആദ്യമൊക്കെ വെള്ളയാണ് ഉപയോഗിച്ചിരുന്നത്. മഞ്ഞയ്ക്കൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളത് മഞ്ഞനെ നമ്മൾ മാറ്റിയിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് ആക്കുന്നത്. പക്ഷേ ഈ ഒരു പാക്കിലേക്ക് നമുക്ക് ഈ ആളെ മൊത്തത്തിൽ വേണം കേട്ടോ. ഇത് മാത്രമല്ല, ഇതിലോട്ട് നമുക്ക് വേണ്ടത്, ഇത് ഇപ്പോൾ ഞാനൊരു തണ്ട് പൊട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെ തന്നെ കാണിച്ചതാണ്. ഇതിൻ്റെ പകുതി മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മഞ്ഞ അങ്ങോട്ട് പോവും. അതുപോലെ തന്നെ ഈ സൈഡിലത്തെ മുള്ളൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് തൊലിയോട് കൂടി ഇട്ടാലും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചിലവർ ജെല്ല് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, കുറേയൊക്കെ തെറ്റിദ്ധാരണകളുണ്ട് കുറേ കാര്യങ്ങളിൽ. അപ്പോൾ നമ്മൾ സൈഡിലത്തെ മുള്ള് കളയണം, ആ മഞ്ഞ കളയണം, ഇല്ലെങ്കിൽ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ അവണക്കെണ്ണയാണ്. ഇത് മൂന്നും നല്ല ഒരു റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ആഴ്ചയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഒരു പാക്ക് കൊടുക്കാനായിട്ട് ഒരു മനസ്സ് വയ്ക്കും. ഇത് നമ്മുടെ മുടിക്ക് കൊടുക്കണ ഒരു കാര്യമാണ്. നമ്മൾ ശരീരത്തിലോട്ട് നമ്മൾ കുറേ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷേ അതും നമ്മുടെ മുടിക്ക് നല്ലതാണ്. പക്ഷേ മുടിക്ക് സ്പെഷ്യലായിട്ട് നമ്മളൊരു സാധനം കൊടുക്കുന്നതാണ് ഈ ഒരു കാര്യം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഈ മുട്ടേനെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഒരു പകുതി എടുത്തിട്ട് ഒന്ന് സൈഡാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. രണ്ടും കൂടി മിക്സിയിൽ അങ്ങോട്ട് അടിച്ച് കൊണ്ടുവന്നതിന് ശേഷം, അരിക്കൊന്നും വേണ്ട, കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അവണക്കെണ്ണ അതിൽ മിക്സ് ചെയ്യുക. ഒരുപാടൊന്നും വേണ്ട, ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്. ചിലവർക്ക് മുടി കൂടുതലുണ്ടാവും, ചിലർക്ക് മുടി കുറവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക, കൂട്ടുക. ആ രീതിയിൽ അത് അവരവരുടെ ഹെയറിനനുസരിച്ച് ചെയ്യുക. മുടിമേലേക്ക് കൊടുക്കേണ്ട ഒരു കാര്യമല്ല, നമ്മൾ തലോട്ടിയിൽ മസാജ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമ്മളത് കഴുകിക്കളയുക. അവണക്കെണ്ണ ആകുമ്പോൾ തലയ്ക്ക് ഒരു ഒട്ടലുണ്ടാവുമല്ലോ. അവണക്കെണ്ണ നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ്. നമ്മുടെ പിരികത്തിനായാലും മുടിക്കായാലും നല്ല കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ അവണക്കെണ്ണ വെറുതെ കൊടുത്ത് ഒരു മസാജ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പോയ മുടീനൊക്കെ രാത്രിയിൽ നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറയും. പക്ഷെ ചിലവർക്ക് അത് മുടി ഒട്ടൽ വരുന്നത് കൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് തോന്നില്ല. പക്ഷേ ഇങ്ങനൊരു പാക്കിലൂടെ ചെയ്യുമ്പോൾ വേറെ സ്മെല്ല്, ഇതിന് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് തന്നെയാണ്. ഒരു സ്മെല്ലും നമ്മൾക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മൾ ചെറിയൊരു ഷാമ്പു ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കഴുകിക്കളയുന്നത്. ഷാമ്പു ഇല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നും കൂടിയിട്ട് ആണെങ്കിൽ ലാസ്റ്റ് ഞാൻ ആ വീഡിയോ കൂടി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, നമ്മുടെ മുടീനൊക്കെ വളർത്തിയെടുക്കുക. പിന്നെ നമ്മൾ മറ്റേ താരം പോകാനായിട്ട് നല്ലൊരു അവണക്കെണ്ണയുടെ തന്നെ ഒരു സിമ്പിൾ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു ചൊറിച്ചിലൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയത്. എനിക്ക് താരൻ ഇല്ല എന്നുള്ള ഒരു അഹങ്കാരത്തിലിരുന്ന ഒരാളാണ് കേട്ടോ. പിരികമൊക്കെ നമുക്ക് കടിച്ചിൽ ഒക്കെ വന്നു തുടങ്ങിയപ്പം നമ്മളപ്പോഴാണ് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ പൊടി പൊടി പോലെ ആയിട്ടിരിക്കുകയാണ് സാധനത്. അപ്പോൾ അതിനുള്ള മാർഗ്ഗമാണ് നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഇയാൾ എന്തിനും എപ്പോഴും നമ്മൾ മുടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അതും നമ്മുടെ കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടി കറക്കാനായിട്ടാണ്, മുടി നല്ല ഡാർക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ കറിവേപ്പിൻ്റെ ഇല. ഇത് ഡൈ അടിച്ചിട്ടുള്ളതൊന്നുമല്ല, ഒറിജിനൽ സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമ്മൾ അവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിലാക്കി വയ്ക്കുക. സ്പ്രേ ബോട്ടിൽ പറ്റുമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി വയ്ക്കുക, ഇല്ലെങ്കിൽ മിഷേൻ്റെ ഓയിൽ ഉണ്ടല്ലോ ആ കൊടുക്കണ ആ ഒരു 10 രൂപയുടെ ചെപ്പിലാക്കി വയ്ക്കുക. നമ്മളൊരു ആഴ്ചയിൽ ഒരു 3 വട്ടം നമ്മൾ തലയിലേക്ക് കൊടുക്കുക, മസാജ് കൊടുക്കുക. ഇതൊക്കെ മുടിമേലേക്കല്ല, നമ്മൾ തലയിലേക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അതൊരു കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പ് തന്നെയുണ്ട്. അപ്പം ഞാനതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ആ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളിത് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. കറ്റാർവാഴയും മുട്ടയും കൂടിയിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അവണക്കെണ്ണ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തലയോട്ടിയിലാണ് തേച്ച് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് പറയുന്നത് മുടിയിലേക്കല്ല കേട്ടോ.
ഇനിയിപ്പോൾ നിറയിൽ തേക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 10 മിനിറ്റ് നേരം നിറ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് കൊടുക്കണം മസാജ് മാത്രം മതിയാവും. അപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ കിട്ടാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ ശേഷം പറഞ്ഞ രീതിയിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ.